പണ്ട് നമ്മുടെ നാട്ടിൽ മുതിർന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു മലയാളിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവരെ സഹായിക്കാൻ മറ്റൊരു മലയാളി കാണുമെന്ന് പറയും. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ദുബായിലാണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിലാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളും എല്ലാ സെറ്റപ്പും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങളെല്ലാവരും മുന്നിലായിട്ട് വെക്കുകയാണ്. ഒരു കൂട്ടായ്മയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു മലയാളി വന്നു കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പണപരമായിട്ടുള്ള ഇടപാടാണ്. അപ്പം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഇതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടുന്ന ഒരു സംഭവം. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ഇവിടെ പല നാഷണാലിറ്റികളും കൊണ്ട് ഞാൻ അതിന്റെ പേരെടുത്ത് പറയുന്നില്ല, പല മോശകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പോൾ നമ്മുടെ ഒരു മലയാളിയായിട്ട് ഏതെങ്കിലും ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് പരമായിട്ടൊരു ആവശ്യം വന്നാൽ ഒരിക്കലും അവർ ഈ പറയുന്ന ഒരു ചതിക്കുഴിയിൽ വീഴാതെ എങ്ങനെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോവാം, അതിന് വേണ്ടുന്ന ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മ ഇതെങ്ങനെ തുടങ്ങി വെക്കാം, എന്നാൽ അവർക്ക് ആ ഒരു ഒറ്റ കൂട്ടായ്മയിൽ തന്നെ